നിനക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു ആവേശമുണ്ടോ? നിങ്ങൾക്കൊരു താല്പര്യമുണ്ടോ? നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ ക്രിസ്തു നിങ്ങളെ കാണും. ഒരു വിടുതലിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം. ഒരു അത്ഭുതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. ഇവിടെ മനസ്സിനാണ് വളരെ പ്രധാനം. നിങ്ങൾക്ക് അത്ഭുതത്തെ തരണമെന്നുള്ളതാണ്, നിങ്ങൾക്ക് വിടുതലുകളെ തരണമെന്നുള്ളതാണ്, നിങ്ങൾക്ക് അതിശയങ്ങളെ തരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. ഇവിടെ ഒരു കുരുടനെ കണ്ടു. പിന്നെ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ, അത്രയും മതിയെന്നേ. യേശു ഒരു കുരുടനെ കണ്ടു. അവൻ കടന്നു പോകുമ്പോൾ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ കണ്ടു. എന്തേ അവനെ മാത്രം കണ്ടേ? അന്ന് എത്രമാത്രം ആൾക്കാർ, യേശു പോകുന്നിടത്തെല്ലാം ഭയങ്കര തിക്കും തിരക്കും ഒക്കെ ഉണ്ടല്ലോ, എത്രത്തോളം ആൾക്കാരുണ്ട്. പക്ഷെ അവനെ മാത്രം കണ്ടു. അവനെക്കുറിച്ച് ബൈബിൾ എഴുതിയിരിക്കുന്നത്, പിറവിയിലെ കുരുടനായിരിക്കുന്നവനെ യേശു കണ്ടു. ഞാൻ ഒന്ന് പറയട്ടെ സഹോദരങ്ങളെ, നിങ്ങളിവിടെ ഇത്രയും പേരിരിക്കുന്ന സമയത്തിൽ നിങ്ങൾ ഒരാവശ്യക്കാരനാണ് എന്ന് യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ, മനസ്സിലാക്കി കഴിഞ്ഞാൽ, യേശു നിന്നെ അടുത്തിരിക്കുന്നവനെ കാണത്തില്ല, നിന്നെ കാണാം. അന്ന് പിറവിയിലെ കുരുടനല്ലാത്ത കാഴ്ചയുള്ള ഒത്തിരി പേര് അവിടെ ഉണ്ടായിരുന്നപ്പോൾ അവരെ ആരെയും യേശു കണ്ടില്ല. കുരുടനായിരുന്ന ഒരുവരെ കണ്ടു. എങ്ങനെ? യേശുവും പിറവിയിലെ കുരുടനായവനും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്, ഒരു അട്രാക്ഷൻ. തോന്നുന്നില്ലേ? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. ഇവർ തമ്മിൽ എന്തുകൊണ്ട് കണക്റ്റ് ആയത്? എന്തുകൊണ്ട് യേശു അതിനെ കണ്ടു എന്ന് പറയുന്നതാ? ഒരുവനിതാ പിറവിയിലെ കുരുടനായി, ഒരു കാഴ്ചയ്ക്ക് ആവശ്യക്കാരനായി. ആരെന്നെ സൗഖ്യമാക്കും? എൻ്റെ കണ്ണിനെ ഒരു ഡോക്ടർമാർക്കും ചികിത്സിക്കാൻ അവർക്ക് സൃഷ്ടിക്കാൻ ആർക്കും കഴിയത്തില്ല. ഞാൻ ജന്മനാ കുരുടനാകൊണ്ട് സൃഷ്ടിദാതാവിന് മാത്രമേ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണികളെ സൃഷ്ടിക്കുവാ. എന്നെ അടഞ്ഞിരിക്കുന്ന കണ്ണിനെ കാഴ്ചയുള്ളതാക്കി തീർക്കുവാനായിട്ട് എന്നെ ഉരുവാക്കിയ വ്യക്തിക്ക് മാത്രമേ, എന്നെ ഉണ്ടാക്കിയ വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യുവാനായിട്ട് കഴിയത്തുള്ളൂ. നിങ്ങളുടെ പ്രശ്നത്തെ വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അത് യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആകയാൽ ഇവന്റെ ഉള്ളിനകത്തുള്ളൊരു ആഗ്രഹം, എനിക്ക് കൃഷ്ണമണി തരാൻ കഴിവുള്ള ആര് ലോകത്തിലുണ്ട്? അവനിങ്ങനെ ആഗ്രഹിച്ച് നടന്നപ്പോൾ കൃഷ്ണമണി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാള്, കൃഷ്ണമണിയെ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാള്, കണ്ണിന് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരാള്, മനുഷ്യന്റെ അവയവങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന, സെയിൽസിനല്ല ഉണ്ടാക്കാൻ, സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരാള് ഇങ്ങനെ നടന്നു പോകുന്നു. അത് ഭാവനയെ കാണണമെങ്കിൽ ടോം ആൻഡ് ജെറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പണ്ടങ്ങാണ് കണ്ടിട്ടുണ്ട്. ഇപ്പം എനിക്ക് അതിനെക്കുറിച്ച് പഠിയില്ല. പക്ഷേ എങ്കിലും ആ പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ട്, ടോം ആൻഡ് ജെറി. ടോം ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകും അല്ലേ? അപ്പോഴാണ് ഒരു മണം വരുന്നു. ആ മണം ചുമ്മാന്നും വരത്തില്ല. ആ മണം ആ കാർട്ടൂണിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരികയാണ്. അപ്പോൾ ടോം എന്ത് ചെയ്യും? ടോമാണോ ജെറിയാണോ എന്നറിയത്തില്ല. മണപ്പിച്ച് ഇതെവിടെ നിന്നാണെന്ന് വരുമ്പോൾ അങ്ങപ്പുറത്ത് വീട്ടിൻ്റെ കിച്ചണിൽ നിന്ന് ഇതിങ്ങനെ വരികയാണ്. പുള്ളിക്കാരൻ പോവില്ല. വീണ്ടും മണപ്പിച്ച് സ്തോത്രം. അതിൻ്റെ പുറകിലേക്ക് കൂടെയൊക്കെ വരുന്നു. ഇല്ല, ഒരിടത്തും അകത്ത് കയറാൻ പറ്റുന്നില്ല. പുള്ളി ഇങ്ങനെ വീണ്ടും മണപ്പിച്ച് ഇതുവഴി വരുന്നു. ഈ ഹോൾ വഴിയാണ് വരുന്നത്, പക്ഷേ ഈ ഹോൾ വഴി എനിക്ക് കയറാൻ പറ്റത്തില്ല. അടുത്ത് വീണ്ടും ഇത് നോക്കിയപ്പെടുന്നു, വേറൊരു ഹോൾ വഴി, ഇച്ചിരി വലിയ ഹോൾ വഴി. അതിങ്ങനെ കറങ്ങി വരും. അവനിത് മണപ്പിച്ച് അതിൻ്റെ ഇടേ കൂടെ വലിഞ്ഞു കയറി ആ ചിക്കൻ ഫ്രൈ, അത് ഇനി നിങ്ങൾ കാണുന്നവർക്കറിയാം എന്താണെന്ന് കഴിച്ചതെന്ന്. അതെല്ലാം കൂടെ എടുത്ത് ഞം കഴിച്ച് വയറങ്ങ് പെരുവി, പിന്നെ വെളിയിറങ്ങാൻ പറ്റുന്നില്ല അല്ലേ?
തോമാഞ്ചേരിയിൽ പമ്മി 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 നടന്നവൻ വിശന്ന് കറങ്ങിയാ പോയത്. അവൻ അന്വേഷിച്ച് നടന്നത് അത് ഇച്ചിരി ഭക്ഷണമാണ്. അപ്പോഴാണ് അവൻ്റെ മൂക്കിലൂടെ ഏതോ ഒരു കിച്ചണിനകത്ത് നല്ല ഭക്ഷണം ഇരിക്കുന്നതിൻ്റെ മണം അവന് വന്നപ്പോൾ അവൻ വേറെ എങ്ങോട്ടും പോയില്ല. നേരെ അത് അന്വേഷിച്ച് ആ ലെവലിലേക്ക് പോയതുപോലെ ഇന്ന് നിങ്ങൾക്കൊരു വിടുതൽ ആവശ്യമുണ്ട് എങ്കിൽ, നിങ്ങളുടെ മനസ്സിനകത്ത് എനിക്കൊരു അത്ഭുതം വേണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും യേശുവിനോടൊപ്പം ചേരാൻ തുടങ്ങാം. നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് പോകണം. ഈ ദൈവത്തിനല്ലാതെ ഈ ലോകത്തിലെ ഒരു വ്യക്തിക്കും നിങ്ങളുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളുടെ പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ കഴിയത്തില്ല. ഇത് നടന്നു പോയപ്പോൾ യേശു അങ്ങോട്ട് കണ്ടു. തീർന്നില്ലല്ലോ. മർക്കോസ് വിശേഷം 10-ാം അധ്യായം 47-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാ എഴുതിയിരിക്കുന്നത്: നസ്രേനായ യേശു എന്ന് കേട്ടിട്ട് അവൻ ദാവീദ് പുത്ര യേശുവേ എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു തുടങ്ങി. ഇവനാണ് യഥാർത്ഥ ടോമെന്ന് എനിക്ക് തോന്നുന്നു. അതെ, അടുത്തതാ ഒരാൾ ഇങ്ങനെ നടന്ന് പോവുകയാണ്. അതാരെ? യേശു. യേശു ഇവൻ ഇവിടെ നിന്ന് പിച്ചை എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഐ ഹോസ്പിറ്റലിൽ പോയിട്ടും ഒരു രക്ഷയില്ല. അവർ പറഞ്ഞു ഇത് ജന്മനാ ഇങ്ങനെ ആയിരിക്കുന്നു, ഇനി കണ്ണിന് ഒരു പരിപാടിയില്ല, ഇതിങ്ങനെ പറ്റത്തേ ഉള്ളൂ. അങ്ങനെ ഇരുന്നപ്പോൾ അവൻ്റെ ചെവിയിലൂടെ, ടോമിൻ്റെ മൂക്കിലൂടെ കയറിയെങ്കിലും ഇവന്റെ ചെവിയിലേക്ക് വന്നു യേശു സംസാരിക്കുന്ന വാക്കുകൾ. യേശുവിനെ കുറിച്ച് മറ്റുള്ളവർ സംസാരിക്കുന്നത് അവന്റെ കാതുകളിലേക്ക് കടന്നു വന്ന സമയത്തിലേക്ക് അവൻ എടുപ്പൊക്കെ നിർത്തി അവൻ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ അടുക്കലൂടെ എപ്പോ യേശു കടന്നു പോകുന്നുവോ ആ സമയത്ത് ഞാൻ വിളിച്ചു ബഹളം വയ്ക്കും. എൻ്റെ അടുക്കലൂടെ എപ്പോ യേശു കടന്നു പോകുന്നോ ആ സമയത്തിലേക്ക് ഞാൻ യേശുവിനോട് വിളിക്കുക, യേശുവേ ദാവീദ് പുത്ര, യേശുവേ ദാവീദ് പുത്ര, യേശുവേ ദാവീദ് പുത്ര, എന്നോട് മനസ്സലിയണമേ എന്ന് അവൻ നിലവിളിക്കുവാനായിട്ട് തുടങ്ങി. നിലവിളിച്ച സമയത്തിലേക്ക് യേശു നിന്നു, അവനെ സൗഖ്യമാക്കി. രണ്ട് കാര്യങ്ങളെ ഞാൻ പറഞ്ഞു. ഒന്ന്, യേശു അവനെ കണ്ടു. രണ്ട്, യേശു കർത്താവ് ആമേൻ അവൻ്റെ നിലവിളി കേട്ട് നിന്നു. അപ്പോൾ ഇതിനകത്ത് ഒന്ന്, നിങ്ങൾ ആവശ്യക്കാരനാണെങ്കിൽ ക്രിസ്തു നിങ്ങളെ കാണും. അപ്പോൾ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം, ഒരു വിടുതലിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കണം, ഒരു അത്ഭുതത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കണം. ഇവിടെ മനസ്സിനാണ് വളരെ പ്രധാനം. നിനക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരാവേശമുണ്ടോ? നിങ്ങൾക്കൊരു താല്പര്യമുണ്ടോ? ഇവിടെ രണ്ട് സംഭവങ്ങൾ ഞാൻ പറഞ്ഞപ്പോൾ, ഒന്ന്, ഇങ്ങോട്ട് വിളിക്കാതെ അങ്ങോട്ട് ചെന്ന് രോഗശാന്തി കൊടുത്തു. രണ്ടാമത് അവൻ അങ്ങോട്ട് ചെന്ന് രോഗശാന്തി കൊടുക്കാതിരുന്നപ്പോൾ അവൻ നിലവിളിച്ചപ്പോൾ അവിടെ നിന്നിട്ട് അവന് കൊടുത്തു. ഇത് രണ്ടും രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള ഒരു വിടുതലിൻ്റെതായ ശുശ്രൂഷയാണെങ്കിൽ കർത്താവ് രണ്ടിൽ നിന്നും ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം, എൻ്റെ മക്കൾ കാഴ്ച പ്രാപിക്കണം, എൻ്റെ മക്കൾ സൗഖ്യം പ്രാപിക്കണം. അവൻ ഇങ്ങോട്ട് വിളിച്ചാലും ശരി, ഞാൻ അങ്ങോട്ട് ചെന്നാലും ശരി, എനിക്ക് ഒരേ ഒരു ആഗ്രഹം, ഇവർ വിടുതൽ പ്രാപിക്കണം, ഇവർ വിടുതൽ പ്രാപിക്കണം. ഇന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ച് ഈ കൂട്ടത്തിനകത്ത് ഇരിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങൾക്ക് അത്ഭുതത്തെ തരണമെന്നുള്ളതാണ്, നിങ്ങൾക്ക് വിടുതലുകളെ തരണമെന്നുള്ളതാണ്, നിങ്ങൾക്ക് അതിശയങ്ങളെ തരണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ രോഗശാന്തി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമായിട്ടായിരിക്കാം നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നത്. വലിയ സംഭവം തന്നെയാണ്, പക്ഷെ അത് കിട്ടണമെങ്കിൽ ഒത്തിരി വില കൊടുക്കേണ്ടി വരും. ദൈവത്തിന് അത് ഇഷ്ടമില്ല. എപ്പോഴും കനാന്യ സ്ത്രീയുടെ അടുക്കൽ നീ പോ ഞാൻ നിനക്ക് തരത്തില്ല എന്ന് പറഞ്ഞതുപോലെ യേശുവിനെ കാണരുത്. അത് പ്രത്യേക ഒരു ഉദ്ദേശത്തിൻ്റെ മധ്യത്തിൽ ദൈവം അവളുടെ വിശ്വാസത്തെ ടെസ്റ്റ് ചെയ്തതാണ്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന നമുക്ക് തരണമെന്നാണ്. നാം ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് തരണമെന്ന് വല്ലതും പിടികിട്ടുന്നുണ്ടോ? അപ്പോൾ ഒന്ന്, കർത്താവ് ചുമ്മാ കണ്ടതല്ല, കൊടുക്കാനുള്ള ഒരു ആഗ്രഹം ഉള്ളതുകൊണ്ടല്ലേ യേശു കണ്ടത്. അല്ലെങ്കിൽ കർത്താവ് ഇത് ശ്രദ്ധിക്കാതെ ഇങ്ങനെ നടന്നങ്ങ് പോകാമല്ലോ, ഞാനിതുപോലെയൊന്നും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് നടന്നു പോയില്ല. ആമേൻ. യേശു നടന്ന് പോയപ്പോൾ അവനെ കണ്ടു. അവിടെ നിന്നിട്ട് കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് നമുക്കറിയാമല്ലോ. എന്താ കണ്ടു? അവൻ്റെ ശിഷ്യന്മാർ അവനോട്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം പാപം ചെയ്തു, ഇവൻ
ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരുമല്ല എന്നൊക്കെ പറഞ്ഞ് അവരിൽ നിന്ന് സംസാരിച്ച് നിന്ന് അവൻ്റെ കാഴ്ചയും കൊടുത്തേച്ച് യേശു പോയിട്ട് യേശുവിൻ്റെ ഉള്ളിനകത്ത് ഇവനെ സൗഖ്യം കൊടുക്കണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. യേശുവിന് ഇവനെ സുഖപ്പെടുത്തണമെന്നുള്ളൊരാഗ്രഹമായിരുന്നു. രണ്ടാമത്തെ കുരുടനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? അവിടേക്ക് കടന്നു പോകുന്ന സമയത്തിൽ ദാവീദ് പുത്ര എന്നോട് മനസ്സലിടമേ 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 എന്ന് വിളിച്ചപ്പോൾ യേശു നിന്നു. അവനെ വിളിക്ക്. അവൻ്റെ ശിഷ്യന്മാരൊക്കെ പറഞ്ഞു, വിളിക്കരുത്, ഇവിടെ വിളിയെ നിർത്ത്, ബഹളം ഉണ്ടാക്കരുത്, നിശബ്ദമായിട്ടിരുന്ന് പ്രാർത്ഥിക്കട്ട, സൈലൻ്റായിട്ടിരിക്കട്ടെ, ഇത്ര ഒച്ചപ്പാടൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു, ഇല്ലല്ല നിങ്ങളങ്ങോട്ട് മാറിയിട്ട് അവനെ വിളിച്ചിട്ട് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു തരണം എന്ന് ചോദിച്ചത് യേശുവിന് അവനെ സുഖമാക്കാൻ ഒരു ആഗ്രഹമുണ്ട്. ഇനി ഒരു കുരുടനെ കൂടെ ഞാൻ പരിചയപ്പെടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അടുത്തൊരു കുരുടൻ മർക്കോസ് വിശേഷ 8-ാം അധ്യായത്തിലേക്ക് പോകുന്ന സമയത്തിൽ 22-ാമത്തെ വാക്യം, അവൻ ബെത്സയിദയിൽ എത്തിയപ്പോൾ ഒരു കുരുടനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ തൊടണമെന്ന് അപേക്ഷിച്ചു. അവൻ കുരുടന്റെ കൈക്ക് പിടിച്ചു. അവനെ ഊരിന് പുറത്തു കൊണ്ടുപോയി. അവന്റെ കണ്ണിൽ തുപ്പി അവന്റെ മേൽ കൈവച്ചു. നീ വല്ലതും കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവൻ മേൽപോട്ട് നോക്കി, ഞാൻ മനുഷ്യരെ കാണുന്നു. അവർ നടക്കുന്നത് മരങ്ങൾ പോലെ എത്രേ കാണുന്നത് എന്ന് പറഞ്ഞു. പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ, ശ്രദ്ധിക്കണം, പിന്നെയും അവന്റെ കണ്ണിന്മേൽ കൈവച്ചാറേ അവൻ സൗഖ്യം പ്രാപിച്ചു. ആദ്യം സുഖപ്പെട്ടില്ല. ബത്സയിദയിലെത്തിയപ്പോൾ ബത്സയിദയിലെ കുരുടൻ യേശുവിൻ്റെ അടുക്കൽ കടന്നു വന്നു. അപ്പോൾ കർത്താവിന് കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം ഉണ്ട്. പക്ഷേ യേശു ഒന്ന് തൊട്ടപ്പോൾ കംപ്ലീറ്റ് ആയില്ല സൗഖ്യം. യേശു അവനെ ഒരിക്കൽ തൊട്ടു, അവന് സുഖം കിട്ടിയില്ല, സൗഖ്യം കിട്ടിയില്ല. ഞാൻ പറയട്ടെ, രോഗശാന്തി പ്രാർത്ഥനകൾ പലതും നിങ്ങൾ പങ്കെടുത്തു, നിങ്ങൾ കിട്ടിയില്ല. ഇവിടെ ഒരുത്തൻ അപ്രകാരമുള്ളതാണ്. യേശു ആദ്യം അവനെ തൊട്ടപ്പോൾ അവന് സുഖം കിട്ടിയില്ല. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ലല്ലോ, ഇവന് സുഖം കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയോ? ഇല്ല. യേശുവിൻ്റെ ഉള്ളിനകത്തൊരാഗ്രഹം, ഇവൻ്റെ കണ്ണ് തുറക്കണം, ഇവനെ തുറപ്പിച്ചിട്ടേ ഞാൻ പോവുള്ളൂ, ഇവനെ തുറപ്പിക്കണം, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കർത്താവ് ചോദിച്ചു, ടെസ്റ്റ് ചെയ്യണേന്ന് പറഞ്ഞു. ടെസ്റ്റ് ചെയ്ത് നോക്കൂ വായിരടെ എന്നൊക്കെ പറഞ്ഞു. വായിച്ചപ്പോൾ പറഞ്ഞു, മനുഷ്യനത് മരങ്ങൾ. യേശു ചോദിച്ചു കാണും, ഇതെത്രയുടെ? 10. ഇതെത്രയുടെ? 50. അപ്പോൾ കർത്താവ് ഇവനോട് ചോദിച്ചിട്ട് ഇവൻ്റെ കണ്ണ് ബ്രൈറ്റ് ആയില്ല. ആദ്യത്തെ പ്രാർത്ഥനയിൽ ശരിയായില്ലെന്നേ. ആദ്യ പ്രാർത്ഥന, നിങ്ങൾ പല കൂട്ടരും ഈ പരിപാടിയാണ്, എണ്ണ ഉപയോഗിച്ചിട്ടും വെള്ളം ഉപയോഗിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒന്നും ചിലതൊന്നും ശരിയായില്ല. നിങ്ങൾ അതോടുകൂടി വെച്ച് പണി മതിയാക്കി. ഇതിനിങ്ങനെ പോവും. എങ്ങനെ? 18 വർഷം കൂനിയായിരുന്നു അമ്മച്ചി പറഞ്ഞു, ഇതിനിങ്ങനെ പോകൂ അല്ലേ, ഇതിനിങ്ങനെ നടക്കത്തുള്ളൂ, ഇതിങ്ങനെ പോകൂ എഴുതി വെച്ചു. പക്ഷേ യേശു കർത്താവ് കടന്നിട്ട് ഇതിങ്ങനെ എന്നല്ല, വയസ്സാം കാലത്താണെങ്കിലും രോഗശാന്തിയും പ്രാപിച്ചിട്ട് നീ പോയാൽ മതി, നിന്നെ ഞാൻ സൗഖ്യമാക്കിയിരിക്കും, ഞാൻ നിന്നെ അന്വേഷിച്ച് നിന്റെ പള്ളിയിൽ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞ് കർത്താവ് എഴുന്നേൽപ്പിച്ചു. അപ്പോൾ നിങ്ങളിൽ പല പുള്ളികളും ഇതിനിങ്ങനെ പോകൂ, ഈ കണ്ണിങ്ങനെ ഇരിക്കൂ, ഈ കൈ ഇനിങ്ങനെ ഇരിക്കുവോ, ഈ മുഴ ഇനി അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, ഈ തൈറോയ്ഡ് അങ്ങനെ ഇരിക്കത്തുള്ളൂ, ഈ ബ്ലഡ് ഷുഗർ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. പക്ഷേ യേശുവിന് ആഗ്രഹം അതിനൊന്ന് മാറ്റി തരണമെന്ന്. നിന്റെ തൈറോയിഡിനൊന്ന് ശരിയാക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമാണ്. നിന്റെ ഫൈബ്രോയിഡിനൊന്ന് മാറ്റണമെന്ന് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവത്തിൻ്റെ ആഗ്രഹമാണ് നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത്. കർത്താവിന് രോഗശാന്തിയെക്കുറിച്ചുള്ള ഒരു അപ്രോച്ച് ഉണ്ട്. എനിക്കെല്ലാവർക്കും അത് കൊടുക്കണം, എനിക്കതെല്ലാവർക്കും കൊടുക്കണം. അവനെ ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് അവന് ശരിയായില്ല. ഹല്ലേലൂയ. നമ്മളെപ്പോലെയുള്ളവരൊക്കെ പഠിക്കാനുള്ളതാണ് അതിന് യേശുവിൽ നിന്ന്. യേശു ഒരിക്കൽ പ്രാർത്ഥിച്ചിട്ട് ശരിയായില്ല, ഒന്നുകൂടെ വാടാ, നിന്റെ കണ്ണയിലൊന്ന് കൈ വയ്ക്കട്ടാന്ന് പറഞ്ഞ് വീണ്ടും ഒരിക്കൽ കൂടെ വെച്ചിട്ട് ബൈബിളിൽ നിങ്ങൾ വായിക്കാൻ കാർക്കിച്ചൊരു തുപ്പ്, നമ്മളൊക്കെ പേടിച്ചിട്ടാ തുപ്പാതെ സ്വതന്ത്രം. അപ്പോൾ അത് രോഗശാന്തി മോഡലായിരുന്നു. ഓമ തുപ്പിയിട്ട് പറഞ്ഞു, ഇനിയൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. 2ാം പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ
മനുഷ്യനെ മരങ്ങളായിട്ടല്ല അവൻ കണ്ടത്, മനുഷ്യനെ മനുഷ്യനായിട്ട് കണ്ടോ. ഹല്ലേലൂയ. നീ കൊണ്ട് തന്നെ പോകും. എൻ്റെ പപ്പയുടെ മനസ്സ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പപ്പയുടെ മനസ്സ് ഞാൻ പഠിച്ചുവെങ്കിൽ ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അത്ഭുതം നടക്കുക. ഇന്നത്തെ വിടുതലിൻ്റെ ശുശ്രൂഷ ഇവിടെ നടന്നുകൊണ്ടിരിക്കപ്പെടുമ്പോൾ യേശുവൻ ആഗ്രഹിച്ചത്, ഒന്ന്, രോഗിയെ കണ്ടപ്പോൾ അവൻ ആകൃഷ്ടനായി അവനെ കണ്ടു, അവൻ അവിടെ നിന്ന് അവൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കി അവനെ സൗഖ്യമാക്കി. രണ്ട്, ആവശ്യക്കാരൻ യേശു കർത്താവിനെ നിലവിളിച്ചു, യേശുവേ യേശുവേ എന്ന് വിളിച്ചപ്പോൾ യേശു നിന്ന് അവൻ്റെ വിഷയത്തിന് മേൽ അത്ഭുതത്തെ ചെയ്തു കൊടുത്തു. മൂന്നാമത്, ഒരു പ്രാർത്ഥനയിൽ അത് ശരിയാവാതെ വന്നിട്ടും തോറ്റ് പിന്മാറിയില്ല, ഇളിഫ്യനായിട്ട് കർത്താവ് മാറിയില്ല. ഞാൻ നിന്നെ സുഖമാക്കിയിട്ടേ പോകൂ. സഹോദരങ്ങളെ, ആ മൂന്നാമത് പറഞ്ഞത് മറക്കരുത്. ഒന്നിലധികം പ്രാവശ്യം ട്രൈ ചെയ്തു, നടന്നില്ല. തോറ്റ് പിന്മാറരുത്. ഹല്ലേലൂയ. യേശു ഒരു പ്രാവശ്യം തൊട്ട് സുഖപ്പെട്ടില്ല എന്ന് വെച്ചുകൊണ്ട് പപ്പ പിന്മാറിയില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പിന്മാറരുത്. ആമേൻ. കഴിഞ്ഞ നാളുകൾ ഞാൻ പ്രയത്നിച്ചിട്ട് എനിക്ക് ചിലതൊക്കെ ശരിയായില്ല എന്ന് വെച്ചുകൊണ്ട് ഞാൻ പുറകിലേക്ക് മാറത്തില്ല. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടിയിട്ട് വലുത് ചെയ്യുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അബ്രഹാമിനെ കുറിച്ച് നിങ്ങൾക്കറിയാവോ? അബ്രഹാമിനെ കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് അബ്രഹാമിനെ കുറിച്ച്. വാസ്തവത്തിൽ ഇത്രയും വലിയ എൻ്റെ പപ്പയ്ക്ക് ഒരു സെക്കൻഡ് കൊണ്ടല്ലേ മറിയൊക്കെ അങ്ങ് പ്രഗ്നൻ്റ് ആയത് അല്ലേ? മറിയ തേനും വെള്ളമൊക്കെ കുടിച്ചോ? ഇല്ല. മറിയ വീട്ടുകാരിയൊക്കെ നോക്കിയിട്ട് കഞ്ഞിയിൽ പിച്ചമുള്ള ചോറിൽ വെള്ളമൊക്കെ ഒഴിച്ച്, ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ ഒന്ന്, പിറ്റേ ദിവസം പഴങ്കഞ്ഞിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിലൊക്കെ ഒതുക്കി എല്ലാം ഒതുക്കി പല്ലിയും പാറ്റയൊന്നും കയറാതെ എല്ലാ പാത്രങ്ങളും അന്നത്തെ ദിവസം നിങ്ങളെപ്പോലെ നാളത്തേക്ക് വേണ്ടി മാറ്റി വയ്ക്കാതെ അപ്പോൾ തന്നെ എല്ലാം കഴുകി വൃത്തിയാക്കി, സ്ലാബെല്ലാം നല്ലതായിട്ട് തുടഞ്ഞ്, ഡൈനിങ് ടേബിളെല്ലാം തുടഞ്ഞ് എല്ലാ പാത്രങ്ങളും ക്ലീനാക്കി, മിച്ചമുള്ള മീനും കാര്യങ്ങളൊക്കെ എടുത്ത് എല്ലാമൊക്കെ ശരിയാക്കിയൊക്കെ എല്ലാം വെച്ചിട്ട് എല്ലാമൊക്കെ നല്ല ക്ലീൻ ചെയ്ത് ഇപ്പോൾ അതെ നല്ലതായിട്ട് അടുക്കും ചിട്ടയൊക്കെ വെച്ചിട്ട് അവളുടെ സുഖമായിട്ട് കിടന്നു ഒരൊറ്റ ഉറക്കം. അത്രേ ചെയ്തുള്ളൂ. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഉറങ്ങി. അപ്പോഴാണ് കൃപ ലഭിച്ചവളെ ഒരു ശബ്ദം. അപ്പൊ പ്രഗ്നൻ്റായി. അപ്പൊ പക്ഷെ അബ്രഹാമിന് അത് കൊടുക്കാത്തത് അത്രയല്ലേ ഉള്ളൂ. കർത്താവിന് അത്രയല്ലേ ഉള്ളൂ. ഇങ്ങനെ ആക്കിയപ്പോഴത്തേക്ക് കിട്ടി. പക്ഷേ പുള്ളിക്കാരൻ എന്തുകൊണ്ട് അങ്ങനെ കൊടുത്തില്ല? ഇതിനേക്കാളും മറിയേക്കാളും ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ, സുഹൃത്താണല്ലോ, സ്നേഹിതനാണല്ലോ. സ്നേഹിതന്മാർക്ക് കൊടുക്കാതിരിക്കുമോ? ഇല്ല. ദൈവം അത് വേറൊരു രീതിയിൽ കൊടുത്തതിൻ്റെ പദ്യത്തിൽ, നീ ഒരു കൊച്ചിനെ മേടിച്ചുകൊണ്ട് അതുവഴി ഹല്ലേലൂയ പറഞ്ഞ് നീ പോകുന്നതല്ല നിന്നെക്കുറിച്ചുള്ള എൻ്റെ പദ്ധതി. ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നതോടൊപ്പം മരണം വരെയും നീ എൻ്റെ സാക്ഷിയായിട്ട് നിൽക്കണം. ലോകം പറയണം ഇത് പ്രകൃതി നിയമത്തിന് അപ്പുറമായിട്ട് സംഭവിച്ചതാണ് എന്ന് മറ്റുള്ളവർ സാക്ഷിക്കത്തക്ക രീതിയിൽ ഒരു അത്ഭുതമായിട്ടത് മാറണം. അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. സുഹൃത്തുക്കളെ, മറന്നു പോകരുത്. അബ്രഹാമിന് പെട്ടെന്ന് കൊടുത്തില്ല, പക്ഷെ ഭയങ്കര ആഗ്രഹമായിരുന്നു കൊടുക്കണം. ദൈവത്തിന് ഭയങ്കര ആഗ്രഹം കൊടുക്കണം. അതുകൊണ്ടാണ് ഒന്നാമത്തെ കുരുടനോട് പറഞ്ഞത്, ഇവൻ പാപം ചെയ്തിട്ടാണോ, ഇവൻ്റെ അമ്മയപ്പന്മാർ പാപം ചെയ്തിട്ടാണോ ഇവൻ കുരുടനായത്? യേശു പറഞ്ഞു, അവനും പാപം ചെയ്തില്ല, അവൻ്റെ അമ്മയപ്പന്മാരും പാപം ചെയ്തില്ല. എനിക്ക് ഇവിടെ ഒരു സാക്ഷിയായിട്ട് ഒരാളിനെ വേണം. എന്താ എഴുതിയിരുന്നത്? അതിന് യേശു, അവനെങ്കിലും അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിപ്പെടേണ്ടതിന് അത്രേ അവൻ കുരുടനായി പിറന്നത്. മനസ്സിലായോ? നിങ്ങളെ എന്തുകൊണ്ട് യൂട്രസ് ഫൈബ്രോയിഡ് ഇതുവരെയൊക്കെ എടുത്ത് മാറ്റാത്തത്? എന്തുകൊണ്ടാണ് ബ്രെയിനിലെ പ്രശ്നം മാറ്റാത്തത്? എന്തുകൊണ്ടാണ് വിവാഹം നടക്കാണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ജോലി ദൈവം തരാതിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നത്തിലേക്ക് യേശു കർത്താവ് വരുന്നില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. വന്നു, പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ വരാത്തതിൻ്റെ കാരണം ദൈവത്തിന് നിന്നെ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിപ്പിക്കണം. നിന്നെ മനസ്സിലാക്കണം. ദൈവമാണ് ഈ അനുഗ്രഹം തന്നു എന്ന് നീ പറയണം. നാളെ നിനക്ക് മെഡിക്കൽ കോളേജിൽ പോയി IVF ചെയ്തതുകൊണ്ടാണ് ഇത് കിട്ടിയെന്ന് നീ പറയരുത്. നാളെ കടന്നു പോയതിനു ശേഷം SBIയിലെ മാനേജർ എൻ്റെ വലിയപ്പൻ്റെ കൊച്ചപ്പൻ്റെ മൂത്ത ആങ്ങളുടെ ഭർത്താവായതുകൊണ്ടാണ് എനിക്ക് ഇപ്പോൾ ഈ ബാധ്യതകൾ തീർന്നു എന്ന് നീ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പപ്പയാണ് എന്നെ സഹായിച്ചത്, എൻ്റെ ദൈവമാണ് എന്നെ സഹായിച്ചത്, എൻ്റെ കർത്താവ്
കർത്താവ് തന്നെയാണ് എന്നെ വിടുവിച്ചതെന്ന് നീ നിന്റെ നാവ് കൊണ്ട് പറയാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ പ്രവൃത്തിക്കായിട്ട്, ദൈവനാമം മഹിമപ്പെടുവാൻ വേണ്ടിയിട്ട് ദൈവം ചിലത് ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഈ കുരുടൻ ചുമ്മാ സുഖപ്പെട്ടേച്ച് പോയാൽ പറ്റത്തില്ല. ഈവൻ സുഖപ്പെടുന്നതോടുകൂടി എൻ്റെ നാമം മഹിമപ്പെടണ, എൻ്റെ നാമം 10 വീട്ടിൽ അറിയണ. ഞാൻ അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്, ഞാൻ അതിശയങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. എനിക്ക് ബാധ്യതകളെ മാറ്റാനായിട്ട് കഴിയും, എനിക്ക് രോഗികളെ സൗഖ്യമാക്കാനായിട്ട് കഴിയും. എൻ്റെ അടുക്കൽ കടന്നു വരുന്ന വാമേ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാവരെയും എനിക്ക് സൗഖ്യമാക്കാനായിട്ട് കഴിയുമെന്ന് കർത്താവിന്റെ നാമത്തിന്റെ മഹിമയ്ക്കാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാകുന്നുവോ? എത്രയോ സാക്ഷ്യങ്ങൾ നിങ്ങൾ ഇവിടെ കേട്ടിട്ടുണ്ട്. ദൈവം എനിക്ക് ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. അതുകൊണ്ട് ഇപ്പോൾ വേറൊരു വിഷയവുമായിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ പോയിട്ട് എനിക്കിപ്പോൾ മറുപടിയൊന്നും കിട്ടുന്നില്ല എന്ന് അങ്ങേ അകലയിൽ ആരൊക്കെയോ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതിൻ്റെ പിന്നിലൊന്നുണ്ട്. യേശു ഒരു കുരുടന് കാഴ്ച കൊടുക്കണമെങ്കിൽ ദൈവനാമ മഹിമയ്ക്കാണ്. ദൈവപ്രവൃത്തി അവങ്ങൾ വെളിപ്പെടണമെങ്കിൽ അത് 10 പേർ അറിയണം. ആമേൻ. ദൈവം ചെയ്യുന്നത് രഹസ്യമായിട്ട് മാത്രമല്ല, ദൈവപ്രവൃത്തി ദൈവനാമം മഹിമയ്ക്കായിട്ടാണ്. മഹത്വം ദൈവത്തിന് കൊടുക്കണം. നിങ്ങളുടെ കാശ് ദൈവത്തിന് ആവശ്യമില്ല. ആമേൻ. നിങ്ങളുടേതായ കഴിവുകൾ ദൈവത്തിന് ആവശ്യമില്ല. നിങ്ങളുടെ വസ്തുവകൾ ദൈവത്തിന് ആവശ്യമില്ല. ദൈവത്തിന് ആവശ്യം എൻ്റെ മഹത്വം ഞാൻ മറ്റൊരുത്തന് വിട്ടുകൊടുക്കത്തില്ല. ആമേൻ. നിന്നെ കാഴ്ച തന്നുവെങ്കിൽ അത് യേശുവാണ് കാഴ്ച തന്നു എന്ന് മരണം വരെ നീ പ്രസ്താവിക്കണം. നിനക്കൊരു ചാരിറ്റബിൾ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ചാരിറ്റബിൾ സംഘടനയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടിയെങ്കിൽ ഇനി നിങ്ങൾ പറയരുത് ആ സംഘടനക്കാരൻ എന്നെ സഹായിച്ചു എന്ന്. നിങ്ങൾ പറയരുത് ആ സംഘടനക്കാരൻ എന്നെ അനുഗ്രഹിച്ചില്ല. സംഘടനയിലൂടെ സ്വർഗത്തിലെ കർത്താവാണ് നിന്റെ ആവശ്യങ്ങളെ വഴി നടത്തിയത്. നീ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ മറക്കരുത്. ഹല്ലേലൂയ. ചില സഹായങ്ങൾ കിട്ടിയവരെ മറക്കരുത്. ദൈവമാണ് എനിക്കിത് തന്നു എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തമായിട്ട് തിരിച്ചറിവ് ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ദൈവമാണ് മനുഷ്യനിലൂടെ. ഞാൻ ഇട്ടിരിക്കുന്ന ഷർട്ട് എനിക്ക് ആമേൻ ദൈവം തന്നതാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് തന്നെയാണ്. സ്തോത്രം. ആമേൻ. ഇത് ദൈവം എനിക്ക് തന്ന. ഞാനിതൊന്നും പൈസ കൊടുത്ത് മേടിക്കുന്നതല്ല. ഇതൊന്നും ഞാൻ പൈസ കൊടുത്ത് മേടിക്കത്തില്ല. പക്ഷെ അത് പല വ്യക്തികളിലൂടെയാണ് ലഭിക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് പറയുകയാണ്, സ്വർഗത്തിലെ കർത്താവ് നമുക്ക് ആവശ്യമാണതെല്ലാം തരുമ്പോൾ അവൻ മഹത്വം ആഗ്രഹിക്കുന്നു. സുഹൃത്തെ, നിന്റെ കണ്ണിനെ അവൻ തുറക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ മഹത്വം ദൈവത്തിന് കൊടുക്കണം. ഇവിടെ സ്തോത്രം 2-3 കാര്യങ്ങൾ ഞാൻ ഇവിടെ ഓർപ്പിച്ചു. ഒന്ന്, നമ്മളെല്ലാവരെയും സുഖമാക്കാൻ ദൈവത്തിന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ കിടന്ന് കരയണം, വിളിക്കണം എന്നുള്ള. പക്ഷേ നിങ്ങൾ ആ പൊസിഷനിലേക്ക് വരണം, നിങ്ങൾ ആ ലെവലിലേക്ക് വരണം. അബ്രഹാമേ, പെട്ടെന്നൊരു സെക്കൻഡ് കൊണ്ട് നിനക്കൊരു കുഞ്ഞിനെയൊക്കെ തരാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. നീ കുറേ നിന്ദകളും പരിഹാസങ്ങളും ഒക്കെ കേട്ട് പബ്ലിക് മുഴുവനും അറിയണം നിനക്കിനി ഒരു കുട്ടി ഉണ്ടാകത്തില്ല എന്ന്, നിനക്കൊരു കുഞ്ഞുണ്ടാകത്തില്ല എന്ന് എല്ലാവരും അറിയണം. മാത്രമല്ല കുറേ പേര് നിങ്ങളെ പരിഹസിക്കട്ടെ, കുറേ ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം വരാതിരിക്കട്ടെ. അങ്ങനെ പബ്ലിക്കാകട്ടെ. നീ പോയി ആശുപത്രിയിൽ ശരിയായില്ല, നീ പോയ വൈദ്യൻ്റെ അടുക്ക പോയിട്ട് ശരിയായില്ല, എല്ലാവരും അറിയിട്ടാ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഞാൻ നിനക്കൊരു തലമുറയെ നൽകുന്ന സമയത്തിൽ വൈദ്യന്മാരുടെ പേരല്ല വലുതാകുന്നത്, എൻ്റെ നാമം മഹിമപ്പെടണം. എൻ്റെ നാമം. ഇവൻ കുരുടനായി പിറക്കാനുള്ള കാരണമെന്ത്? ദൈവപ്രവർത്തികൾ നടമാടാൻ വേണ്ടിയിട്ട്, ദൈവപ്രവർത്തികൾ നടക്കാൻ വേണ്ടിയിട്ട്, ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായി. അപ്പോൾ 2 കാര്യം, ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്കായിട്ടും ദൈവപ്രവർത്തി വെളിപ്പെടാൻ. അപ്പോൾ നിങ്ങളെ ഹാർട്ടിൽ ഹോള് വീഴാനുള്ള കാരണം എന്നാ? നീ പാപം ചെയ്തതുകൊണ്ടാണോ? ഈ വാക്യം പറയുന്നു അല്ല. അന്ന് വാൽവിപ്പോ ദ്രവിച്ചു പോയതെന്ത്? ലീക്ക് അടിക്കാൻ തുടങ്ങിയതെന്ത്? നീ പാപം ചെയ്തത് കൊണ്ടോ നിന്റെ അമ്മയപ്പം പാപം ചെയ്തുകൊണ്ടോ? കഴിഞ്ഞ ദിവസത്തിൽ ഒരു കൊച്ചിന് അങ്ങനെ എന്തോ ECG കുഴപ്പം വന്നപ്പോൾ ആദ്യം ഡോക്ടർ എഴുതി നിന്റെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയൊക്കെ കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ എന്തുകൊണ്ട് അത് ദ്രവിച്ചത്? എന്തുകൊണ്ട് കംപ്ലൈൻ്റ്? ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ മണ്ണിൽ മാത്രമല്ലല്ലോ. ദൈവപ്രവൃത്തി വെളിപ്പെടണമെങ്കിൽ ദൈവത്തിനൊരു പ്ലാറ്റ്ഫോം വേണം. ദൈവത്തിന്റെ പ്രവൃത്തി മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുൻപ് സ്വർഗത്തിലെ കർത്താവ് മണ്ണിൽ പ്രവർത്തിച്ചു, ദൈവം ഭൂമിയിൽ പ്രവർത്തിച്ചു. ആ കാലഘട്ടത്തിൽ മഴയില്ലായിരുന്നു. മഞ്ഞുകൊണ്ട് ദൈവം സമൃദ്ധിയായി സകലത്തെയും നനച്ചുകൊണ്ടിരുന്നു, സകലത്തെയും ദൈവം തന്നെ നനച്ചുകൊണ്ടിരുന്നു. പക്ഷേ മനുഷ്യൻ ജനിച്ച സമയത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചതോടെ ലെവലുകൾ മാറാൻ തുടങ്ങി. അതുപോലെ തന്നെയാണ് ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ പ്ലാറ്റ്ഫോമാണ്. നിന്റെ വാൽവ് ദ്രവിച്ചാലല്ലയോ അവിടെ പുതിയത് ദൈവത്തിന് വയ്ക്കാൻ പറ്റുള്ളൂ.
നിന്റെ തലച്ചോറിനകത്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലല്ലേ ദൈവത്തിന് അത് ശരിയാക്കാൻ പറ്റത്തുള്ളൂ. ഒരു രോഗി ഉണ്ടെങ്കിലല്ലയോ ഒരു ഡോക്ടർക്ക് നിലനിൽപ്പുള്ളൂ. ഡോക്ടർമാർക്ക് ജോലി വേണമെങ്കിൽ രോഗികൾ ഉണ്ടാകണം. ഞാൻ ഇന്ന് പറയുകയാണ്, എൻ്റെ കർത്താവ് നിന്നെ നശിപ്പിക്കാൻ വേണ്ടില്ല, അവന് നിന്നിലേക്ക് പ്രവർത്തിക്കണം. പക്ഷേ നിന്റെ ഹൃദയത്തെ അവന് വേണ്ടി കൊടുക്കണം, നിന്റെ ശരീരത്തെ അവന് വേണ്ടി കൊടുക്കണം, നിന്റെ കുടുംബത്തെ അവന് വേണ്ടി കൊടുക്കണം. ആമേൻ. നിങ്ങളുടേതായുള്ള വ്യക്തിത്വങ്ങളെ നിങ്ങൾ ദൈവത്തിനായിട്ട് കൊടുക്കണം. കർത്താവെ, നീ പ്രവർത്തിക്കണം, നീ എന്നെ പണിയണം, നീ എന്നെ ഉറപ്പിക്കണമെന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കപ്പെടുമ്പോൾ കർത്താവ് പറയും, ഇവൻ പാപം ചെയ്തതുകൊണ്ടൊന്നുമല്ല, എനിക്കൊരു സാക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. ഇവരെൻ്റെ സാക്ഷിയായി തീരണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും.